വെട്ടിക്കുളം അബ്ദുൽ അസീൽ ഖാരിദിരിയുടെ ഉപ്പയാണെന്നാണ് എന്റെ ഓർമ്മ. അബ്ദുള്ള മുസ്ലിയാരുടെ മുമ്പിൽ ഉളുഹിയത്തിന്റെ കാളയെ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ അവിടെ നാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അതിനെ അറുക്കാൻ കഴിയാതെ കാള 2 കാറിൽ കടന്ന് ചാടി മൂക്കുന്നൊക്കെ ചോര പോന്ന് അത് ഭയങ്കരമായി കച്ചറയുണ്ടാക്കിയപ്പോൾ അതിനെ തള്ളിയിടാൻ കാല് കെട്ടാൻ ഒരു ചാൻസും ഇല്ലാതെയായപ്പോൾ വലിയ പെരുന്നാൾക്ക് 1-ാം പെരുന്നാൾക്ക് ഇത് അറുക്കുന്ന വിഷയത്തിൽ വിഷമിച്ച് പള്ളിമുക്കിൽ നിന്നിട്ട് അബ്ദുള്ള മുസ്ലിയാരോട് പറഞ്ഞു, ഉസ്താദേ നമ്മളെ കാളക്കൊമ്പൻ, അവരുടെ നാട്ടിൽ അങ്ങനെയാണ് പറയല്, കാളക്കൊമ്പൻ അറുക്കാൻ സമ്മതിക്കുന്നില്ല, വല്ലാത്ത വിഷമുണ്ടാക്കുന്നു, ചീറ്റിക്കൊണ്ട് ചാടുന്നു. അത് പറഞ്ഞപ്പോൾ അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു, അതിന്റെ അടുത്ത് എന്നിട്ട് പറയണം, അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു, നിന്നെ നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, നീ കടന്നു കൊടുക്കണം, ശല്യം ചെയ്യരുതെന്ന് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുക. അടുത്ത് ചെന്നിട്ട് കാളക്കൊമ്പന്റെ മുമ്പിൽ ചെന്നിട്ട് ഇതേ വാക്കങ്ങ് പറയുമ്പോൾ തുള്ളി നിൽക്കുന്ന, ചീറ്റി നിൽക്കുന്ന, വരുന്നവനെ തിന്നാ നിൽക്കുന്ന ആ കാളങ്ങ് കിടന്നു കൊടുക്കുന്നു, കാലുകൾ നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെയാണ് അതിന്റെ കാല് കെട്ടിയതെന്ന് ചരിത്രം പറയുന്ന ആളുകളിൽ 10-ലേറെ ആളുകൾ ഇന്നും ആ നാട്ടിൽ ജീവിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവരുടെ ഫ്രിഡ്ജിലും ഈ വലിയ പെരുന്നാളിന് ലഭിച്ച ബലി കർമ്മത്തിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ലഭിക്കുന്ന ബീഫ്, അതുപോലെ ബഫല്ലോ, പോത്ത് ഒക്കെ ഉണ്ടാവും. പോത്തും മൂരിയാണ് സാധാരണ അറക്കാറുള്ളത്. എന്നാൽ ചില ഭാഗങ്ങളിൽ ഈ മച്ചിപ്പശു എന്ന് പറയുന്ന തീരെ പ്രസവിക്കാത്ത പശുക്കളെ അറക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തോ അതൊന്നല്ല നമ്മുടെ വിഷയം. ഇവിടെ ബലികർമ്മത്തിന് അറക്കാൻ സമ്മതിക്കാതെ ഇരുന്ന ഒരു കാള മൂരിയാണ്. അപ്പോൾ അതിന് ഏതോ മൊയ്ലിയര് അവിടെ പോയിട്ട് അത് ഓടിപ്പോയപ്പോൾ ഏതോ മൊയ്ലിയര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വന്ന് കടന്നു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കടന്നു എന്നാണ് പറഞ്ഞത്. അതിനാരാണ് ഈ പറയുന്ന ഇവരുടെ ഈ മൊയ്ലിയന്മാരാരാ? ഇവിടെ എത്ര വലിയ പോത്താണെങ്കിലും എത്ര വലിയ മൂരിയാണെങ്കിലും ആർക്കും ഒതുങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ മണ്ണാർക്കാട്ടേക്ക് വിളിച്ചോളിയും. ഇവിടെ നല്ല 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 തണ്ടും തടിയുള്ള ആളുകളുണ്ട്. വന്നിട്ട് എത്ര വലുതാണെങ്കിലും അത് കയ്യും കാലും കൂട്ടിക്കെട്ടി അറുത്ത് പീസാക്കി തരും. അപ്പോൾ അതല്ല വിഷയം. ബലിപെരുന്നാളാണെങ്കിലും ഇവരുടെ അടുത്ത് തള്ളിന് കുറവൊന്നുമില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകുന്ന 2 തള്ളുകളാണ് കാണിക്കുന്നത്. ഒന്ന് ബലിപെരുന്നാൾ സംബന്ധമായിട്ടുള്ള തള്ളാണ്, പെട്ടെന്ന് ചെയ്യാണ്. ഇനി ഉള്ളാൾ തങ്ങൾ ആകാശത്തൂടെ പറക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നൊരു തള്ള്, അത് തളീക്കര തങ്ങളാണ് പറഞ്ഞത്. നമുക്കൊന്ന് കേട്ടോക്കാം. ഒരു സമയത്ത് ശൈഖുനാ സുൽത്താൻ ലൽമയുടെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുൽത്താൻ ലൽമ പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കുകയാ. ഉള്ളാൾ ഞങ്ങളുടെ പരിപാടിയിലാണ് പോകുന്നത്, സുൽത്താൻ ലൽമ അവിടെ എത്തേണ്ടതുണ്ട്, ഞാനും ആ കാറിലുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഉള്ളാൾ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. സംഘാടകർ വന്ന് പറയുന്നു, തങ്ങൾ പാപ്പ കുറച്ചു നേരമായി പ്രസംഗിക്കുന്നു. ഉടനെ ഉസ്താദിന്റെ വാക്കിങ്ങനെ തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞു, ആ തടസ്സമെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തങ്ങൾ പാപ്പയെ കാണാമായിരുന്നു. ആകാശത്തിലുള്ള പറക്ക് മാത്രമുള്ള കറാമത്ത് കാണിക്കാൻ മാത്രം പവറുള്ള മഹാനാണ് ഉള്ളാളൻ തങ്ങൾ ഉപ്പാപ്പ എന്നുള്ളത് ചരിത്ര സത്യം നമ്മൾ പറഞ്ഞു പോകരുത്. സുൽത്താൻ ലൽമയുടെ വചനമാ. ഏത് അമ്മൂന്റെ മുടിയും കൊണ്ട് വന്ന ആളുടെ വചനമാണ്. ആരും മറക്കരുത്. അതൊക്കെ നമുക്ക് വിടാം. ഇനി ആര് പറഞ്ഞു എന്ന്. ഇവിടെ ഉള്ളാൾ തങ്ങൾക്ക് ആകാശത്തു കൂടെ ഇങ്ങനെ പറക്കാൻ, ഏത് പക്ഷികൾ പറക്കണ പോലെ ഇങ്ങനെ പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നെങ്കിലും ഇത് പറന്നതായിട്ട് ആരെങ്കിലും കണ്ടതായിട്ട്, നുണ പറഞ്ഞ പോലെ അല്ലാട്ടില്ലേ, കുറച്ച് സത്യസന്ധതയൊക്കെയുള്ള ആരെങ്കിലും ഈ ഉള്ളാൾ തങ്ങൾ ഇങ്ങനെ 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 പറന്നു പോയതായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറയൊക്കെ വന്നിട്ടാവുമല്ലോ ഇയാൾ മരിച്ചിട്ടുണ്ടാകുക, ഫോട്ടോ ഉണ്ടോ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കണേ? കഴിവുണ്ട് എന്ന് ആരെയാ പറഞ്ഞത്? സുൽത്താനുലമയാണെന്ന് വിശ്വസിച്ചോളി, നിങ്ങൾ വിശ്വസിച്ചോളി. കാരണം അമ്മൂന്റെ മുടി വിശ്വസിച്ചോല്ലേ, ഇല്ലേ? എവിടുന്നോ വാരിക്കൊടുന്ന പൊടി വിശ്വസിച്ചോല്ലേ, ജൂതന്റെ ചട്ടിയും വിശ്വസിച്ചോല്ലേ, നിങ്ങൾ എന്തും വിശ്വസിക്കും. അത് തന്നെയാണ്, അതിന് വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പെട്ടെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. ഇതിന്റെ ബാക്കിൽ ചെറിയൊരു തൗഹീദി പ്രഭാഷണം കൂടി ചേർക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നല്ല വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം ചരിത്രത്തിൽ ആരാധന അല്ലെങ്കിൽ അഭയകേന്ദ്രമായി അല്ലെങ്കിൽ അള്ളാഹുവിന് പകരം ആശ്രയ കേന്ദ്രമായി ഒരു ജാറത്തെ ഉണ്ടാക്കിയത് അലി അല്ലാഹു തആലയുടെ ജാറത്തെയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ അവർക്ക് കിട്ടിയില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ അവർക്ക് കിട്ടിയില്ല, ഉമർ ഫാറൂഖിന്റെയും
ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും ഖബറുകൾ അവർക്ക് കിട്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിന്റെ ദുആയുടെ ഫലം, ആ ദുആക്ക് ഉത്തരം കൊടുത്തു എന്നതിന്റെ ഫലം ഹബീബിന്റെ ഖബർ, ഹബീബ് പ്രവാചകനാണ്, തീർച്ചയായിട്ടും മദീനത്തെ പൊതു ഖബർസ്ഥാനിൽ വെക്കാമായിരുന്നു അഷ്റഫുൽ ഖൽഖിന്റെ മയ്യം, അല്ലെങ്കിൽ മദീനത്തെ പള്ളിന്റെ ഒരു ഭാഗത്ത് വെക്കാമായിരുന്നു. ഇത് രണ്ടും അള്ളാഹു അനുവദിച്ചില്ല. ആയിഷ ബീബിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഖിയാമത്ത് നാൾ വരെ ഒരു സ്വകാര്യ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ ആ ഖബർ വേണമെന്ന് അള്ളാഹു തആലക്ക് നിർബന്ധമുണ്ടായി. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂല് ദുആ ചെയ്തിട്ടുണ്ട് അവസാന നാളുകളിൽ, അള്ളാഹുവേ, എന്റെ മരണത്തിന് ശേഷം എന്റെ ഖബർ നീ ഉറൂസ് പറമ്പാക്കിയേക്കല്ലേ അല്ലാ, ഉത്സവ പറമ്പാക്കിയേക്കല്ലേ അല്ലാ, നേർച്ചപ്പറമ്പാക്കിയേക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. സമൂഹം പരാതിയുമായി ആവലാതിയുമായി വരുന്ന കേന്ദ്രം എന്റെ ഖബർ ആക്കിയേക്കല്ലേ അല്ലാ. അള്ളാഹു ആ ദുആക്ക് ഉത്തരം കൊടുത്തു. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ ആയിഷത്തു സിദ്ദീഖന്റെ വീട്ടിൽ അടക്കം ചെയ്തു. മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം, മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളുമായി എന്തെങ്കിലും ഒരു ഖൈർ, എന്തെങ്കിലും ഒരു ഗുണം ഈ ഉമ്മത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അഷ്റഫുൽ ഖൽഖിന്റെ ഖബറിനെ ഉമ്മത്തിന് വിട്ടുകൊടുക്കണമായിരുന്നു, സമൂഹത്തിന് വിട്ടുകൊടുക്കണമായിരുന്നു. പൊതുസ്ഥലത്ത് ആ ഖബർ വെച്ചുകൊണ്ട് ആ ബർക്കത്തെടുത്തോളാൻ സാധാരണക്കാരന് അവസരം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അള്ളാഹു തആല ചെയ്തില്ല. ആയിഷത്തു സിദ്ദീഖക്ക് 19 വയസ്സുണ്ട്. അഷ്റഫുൽ ഖൽഖ് വഫാത്താകുമ്പോൾ 19 വയസ്സുള്ള ആയിഷത്തു സിദ്ദീഖന്റെ വീട്ടിന്റെ ഉള്ളിലാണ് ആ ഖബറുള്ളത്. ആയിഷത്തു സിദ്ദീഖ വഫാത്താകുന്നത് 60ഓ 70ഓ വയസ്സിലാണ്. അതായത് റസൂലുള്ള വഫാത്തായിട്ട് ഏതാണ്ട് 50-60 കൊല്ലത്തോളം, 50ഓ 60ഓ വർഷം ആയിഷത്തു സിദ്ദീഖ താമസിച്ചത് ആ വീട്ടിന്റെ ഉള്ളിലാണ്. എന്ന് വെച്ചതിന്റെ അർത്ഥം, ഒരാൾക്ക് അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ കാണണമെന്നുണ്ടെങ്കിൽ, അതൊന്ന് തൊടണമെന്നുണ്ടെങ്കിൽ, അതൊന്ന് മുത്തണമെന്നുണ്ടെങ്കിൽ ആയിഷത്തു സിദ്ദീഖാന്റെ സമ്മതമില്ലാതെ ആ വീട്ടിൽ കയറാൻ പറ്റൂല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആയിഷ ബീവിയുടെ സമ്മതമില്ലാണ്ട് അതിക്രമപരമായി ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു ഭക്തൻ കയറി ചെല്ലുമെന്ന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കാണ്ട് ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ധൈര്യമുള്ള ആരാണ് ആ കാലഘട്ടത്തിലുള്ളത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ ഖബറും ആയിഷത്തു സിദ്ദീഖന്റെ ബെഡ്റൂമും അടുത്തടുത്തല്ലേ ഉള്ളത്? ആ വാതിൽ എപ്പോഴും വിരിയിറക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഏത് സഹാബിക്കാണ് ധൈര്യം ആ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ ഖബറൊന്ന് കാണാൻ, അഷ്റഫുൽ ഖൽഖിന്റെ ഖബറൊന്ന് തൊടാൻ? ഏത് സഹാബിക്കാ ധൈര്യം? സുദീർഘമായ 50 കൊല്ലം, അരനൂറ്റാണ്ട് കാലം ആരോരും കാണാതെ, ആരോരെയും തൊടാൻ അനുവദിക്കാതെ, ആരെയും മുത്താൻ അനുവദിക്കാതെ, ആരോരെയും തവാഫ് ചെയ്യാൻ അനുവദിക്കാതെ ആയിഷ ബീബിന്റെ വീട്ടിന്റെ ഉള്ളകത്ത് സൂക്ഷിക്കുകയായിരുന്നില്ലേ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ? ഇതെന്താ സമുദായം തിരിച്ചറിയാത്തത്? എന്താണ് ഉമ്മത്ത് തിരിച്ചറിയാത്തത്? മരിച്ചുപോയ മഹാന്മാരുടെ ജാറവുമായി എന്തെങ്കിലും ഒരു ഗുണം ഈ ഉമ്മത്തിനുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഗുണം അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ കൊണ്ടല്ലേ കിട്ടേണ്ടത്? അഷ്റഫുൽ ഖൽഖിന്റെ ഖബറിനേക്കാൾ വലുതാണോ ഇന്ന് ലോക്കൽ ഈ നാടൻ രീതി അനുസരിച്ച് ഗ്രാമങ്ങൾ അടക്കം ചെയ്ത മഹാന്മാരും തങ്ങന്മാരെയും ബീവിമാരുടെയും ഖബറുകൾ? അഷ്റഫുൽ ഖൽഖിന്റെ ഖബറിനേക്കാൾ വലുതാണോ? അഷ്റഫുൽ ഖൽഖിന്റെ ജാറത്തേക്കാൾ വലുതാണോ? എന്തുകൊണ്ട് അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ ഈ ഉമ്മത്തിന്റെ പൂർവികന്മാർക്ക് വിട്ടുകൊടുത്തില്ല? അത് ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അല്ലാഹു തആല ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കർ സിദ്ദീഖ്, ഈ ഉമ്മത്തിൽ ആ ഉമ്മത്തിന്റെ പ്രവാചകന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ആള് അബൂബക്കർ സിദ്ദീഖാണെന്ന് ഹബീബായ മുത്തിന്റെ നാവ് കൊണ്ട് വഹയിന്തിൽമായിട്ട് പറഞ്ഞു എന്ന കാര്യമാണ്. ആ അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറെങ്കിലും മാലോകർക്ക് വിട്ടുകൊടുക്കാമായിരുന്നില്ലേ? അത് മദീനത്തെ പൊതു ഖബർസ്ഥാൻ അടക്കാമായിരുന്നില്ലേ? എന്താ മദീന ജൂതന്മാരുടെ നാടല്ല, നസാറാക്കളുടെ നാടല്ല, മുശ്രിക്കീങ്ങളുടെ നാടല്ല. 100% മോമിനീങ്ങൾ മാത്രമുള്ള നാട്, 100% ഹറം ഭൂമി. അവിടെയല്ലേ മസ്ജിദുൻ നബവിയിലുള്ള മദീനത്തുൽ മുനവ്വറയിലുള്ള ഖബർസ്ഥാൻ? അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ അവിടെ വെക്കാമായിരുന്നില്ലേ? അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ കൊണ്ടും ഈ ഉമ്മത്ത് കളിക്കാൻ പാടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ എന്റെ സമുദായത്തോട്, ഉലമാക്കളോട്, ഉമറാക്കളോട്, മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പുണ്യം നേടാനുള്ള ഒരു വഴി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ പുണ്യം
അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറിലൂടെ ഈ ഉമ്മത്തിന് അനുവദിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് അല്ലാഹു തആല അതിന് അവസരം ഉണ്ടാക്കിയില്ല? മൂന്നാമത് വന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ പോരിശ, ആ ഖബറെങ്കിലും മുത്തിമണത്ത് ബർക്കത്തെടുക്കാൻ മസ്ജിദ് നബവിയിലെ പൊതു ഖബർസ്ഥാനായ ബഖീഉൽ ഖർഖത്തിൽ വെക്കാമായിരുന്നില്ലേ? അതിനും അല്ലാഹു തആല അനുവദിച്ചില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറും ഉമർ റളിയല്ലാഹുവിന്റെ ഖബറും ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അടക്കി. ലോകാവസാനം വരെ ഇന്നും ഇനി അങ്ങോട്ടും അഷ്റഫുൽ ഖൽഖിന്റെ ഖബറൊന്ന് കാണാനോ, അതൊന്ന് തൊടാനോ, അതൊന്ന് തവാഫ് ചെയ്യാനോ, അതൊന്ന് മുത്താനോ, അതിൽ നിന്ന് കുറച്ച് പൊടിമണ്ണ് വാരാനോ ലോകാവസാനം വരെ ഒരു ശക്തിക്കും കഴിയാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3 ഖബറുകൾ അതിന്റെ ഉള്ളിൽ അടക്കം ചെയ്തു. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? 10,000-കണക്കിന് ജാറങ്ങൾ വെച്ചുകൊണ്ട് തരീഖത്തിന്റെ അഹ്ലുകാർ ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുമ്പോൾ മനസ്സിലാക്കാമായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖിന്റെ ഖബറിൽ നിന്ന് ബർക്കത്തെടുക്കാൻ കഴിയുന്നവരല്ല ഈ ഉമ്മത്ത്. അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറിൽ നിന്നും ബർക്കത്ത് കിട്ടൂല, ഉമർ ഫാറൂഖിന്റെ ഖബറിൽ നിന്നും ബർക്കത്ത് കിട്ടൂല. അത് ആയിഷത്തു സിദ്ദീഖിന്റെ വീട്ടിൽ അടക്കം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇറാഖിലെ ഭരണാധികാരി ആ വീട്ടിന് ചുറ്റും വെള്ളം കാണാൻ മാത്രം പാകത്തിന് കിടങ്ങ് കുഴിച്ച് അതിൽ ലോഹങ്ങൾ ഉരുക്കി കോൺക്രീറ്റ് ചെയ്ത് ലോകാവസാനത്തിന്റെ അന്ന് ഭൂമി ദക്കിത്താകുമ്പോൾ ഇടിഞ്ഞു പൊളിയുമ്പോൾ അന്ന് അഷ്റഫുൽ ഖൽഖ് മഹ്ശറയിലേക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ അല്ലാതെ ആ ഖബറുമായി സ്പർശിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയാത്ത രീതിയിൽ അടക്കം ചെയ്തില്ലേ അല്ലാഹു തആല? ഇന്നും ആ അവസ്ഥയിലല്ലേ ഉള്ളത്? എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തുനിന്ന് വാരിക്കൊണ്ടുവന്ന പൊടിയെന്നും മണ്ണെന്നും പറഞ്ഞ് വെള്ളത്തിൽ കലക്കിയിട്ട് മൗലാനമാരും ശൈഖുനമാരും പാവപ്പെട്ട സമുദായത്തെ കുടിപ്പിച്ച് കാശുണ്ടാക്കുമ്പോൾ ഈ ഉമ്മത്തൊന്ന് ചിന്തിക്കാമായിരുന്നില്ലേ ആ പൊടിമണ്ണ് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്? ആയിഷത്തു സിദ്ദീഖിന്റെ വീട്ടിന്റെ ഉള്ളിലല്ലേ ആ ഖബറുള്ളത്? രണ്ടാലൊന്ന് നടന്നിരിക്കണം. ഒന്നിക്കിൽ ആയിഷത്തു സിദ്ദീഖിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് മണ്ണ് കട്ടുകൊണ്ടുവരണം. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു സാധനം എടുക്കുമ്പോൾ കളവ് തലേന് പറയുക. ആയിഷത്തു സിദ്ദീഖിന്റെയോ അവകാശികളുടെയോ സമ്മതമില്ലാതെ മണ്ണ് വാരിക്കൊണ്ടുവന്നാൽ എന്താണ് നാം അതിനർത്ഥം വെക്കേണ്ടത്? മദീനയിലെ ആയിഷത്തു സിദ്ദീഖിന്റെ വീട്ടിൽ നിന്ന് മണ്ണ് കട്ടുകൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ച് കാശുണ്ടാക്കുന്ന വിദ്വാൻമാരെന്നല്ലേ വരെ വെക്കേണ്ടത് അതിന്? അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കണം? ആ ഖബറിന്റെ ഉള്ളിലേക്ക് കയറാൻ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആ ഹബീബായ മുത്തിനെ അടക്കം ചെയ്ത 2 മീസാങ്കല്ലുള്ള ഖബർ കാണാൻ, അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ കാണാൻ, ഉമർ ഫാറൂഖിന്റെ ഖബർ കാണാൻ, അതൊന്ന് മുത്താൻ, അവിടെ ഒരു പിടി മണ്ണ് വാരാൻ ലോകാവസാനം വരെ ഒരാൾക്കും സാധിക്കാത്ത രീതിയിൽ കിടങ്ങ് കുഴിച്ച് മതില് കെട്ടി ബന്ദ് ചെയ്തില്ലേ അല്ലാഹു തആല? അതിന് ഏർപ്പാടുണ്ടാക്കിയില്ലേ? അഷ്റഫുൽ ഖൽഖ് വഫാത്തായിട്ട് കൃത്യം 60-70 കൊല്ലമാകുമ്പോഴേക്കും ഈ സംവിധാനം നടന്നില്ലേ? അതിനുശേഷം ആരാണ് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്? ആരാണ് ആ ഖബറിന് ശേഷം കണ്ടത്? പിന്നെ എങ്ങനെയാണാവോ ആ ഖബറിന്റെ ഗേറ്റിൽ നിന്നിട്ട് ഒരു മൗലാന ടിക്കറ്റ് കൊടുക്കുന്നത്? ഏത് ഖബറിന്റെ ഗേറ്റിനാണാവോ? ഏത് ഖബറിന്റെ ഗേറ്റിൽ നിന്നിട്ടാണ് പോകുന്നവർക്കെല്ലാം പാസ് കൊടുക്കുന്നത്? അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സൂഫിയത്തിന്റെ പേരും പറഞ്ഞ് കപട ആത്മീയത തലയിൽ അടിച്ചു കയറ്റി സാധാരണക്കാരനെ അരപ്പിരാന്തന്മാരാക്കി നിർത്തിയാൽ മൗലാനമാരുടെ എന്ത് കള്ളത്തരവും കേൾക്കാൻ മാത്രം പാകമാണ് ആ തലച്ചോറുകൾ. ആ തലച്ചോറ് മാറണം എന്നാണ് നാം പറയുന്നത്. ആ തലച്ചോറ് നിലനിൽക്കരുത് എന്നാണ് നാം പറയുന്നത്. അവസാനം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ പരീക്ഷണാർത്ഥം അല്ലാഹു തആല വിട്ടുകൊടുത്തു സമൂഹത്തിന്. അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഖബർ കണ്ടാൽ ഈ ഉമ്മത്ത് എങ്ങനെയുണ്ടാകുമെന്ന് അല്ലാഹ്ക്കൊന്ന് മനസ്സിലാവണം, അല്ലാഹ്ക്കൊന്ന് പരീക്ഷിക്കണം. അതിന് അല്ലാഹുവിന്റെ ഒരു ഹിക്മത്തായിരുന്നു, ഹിക്മത്തും ബാലിഗത്തായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാകത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നത്. അതെ, അള്ളാന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അലി റളിയല്ലാഹു തആലയുടെ കാലത്ത് ഭരണകേന്ദ്രം കൂഫയിലേക്ക് മാറിയത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിനെ തരീഖത്ത് 2ആയി പിളർന്നു. അലി തരീഖത്ത് 2ആയി പിളർന്നു. ഒന്ന് അലിയിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടായി. ആ പ്രതികൂലിക്കുന്നവർ അലിയടക്കം 4 സഹാബാക്കളെ കൊല്ലാൻ തീരുമാനിച്ചു. 4 സഹാബാക്കൾ, ഒന്നാമത് അലിയിനെയാണ്. അലി രാവിലെ സുബഹിക്ക് വേണ്ടി കൂഫയിലെ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന ഒരു ക്രൂരൻ
വിഷമൂട്ടപ്പെട്ട കൊടുവാൾ ഉപയോഗിച്ച് അലിയിനെ കുത്തി കീറി കൊന്നുകളഞ്ഞു. ആര് ജൂതനോ, നസാറയോ, ഫാസിസ്റ്റുകളോ, സയനിസ്റ്റുകളോ, കമ്മ്യൂണിസ്റ്റുകളോ അല്ല. ഈ ഉമ്മത്തിൽ ഖുറൂജിയത്ത് ഉണ്ടാക്കാൻ മെനക്കെട്ട തരീഖത്തിന്റെ അഹ്ലുകാർ, അവരാണ് ഇമാം അബൂബക്കർ തന്നെ കൊന്നത്. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ വെച്ചുകൊണ്ട് അനുകൂലികൾ ജാറമുണ്ടാക്കി. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ പൂർണ്ണമായ സൂഫി തരീഖത്ത് നിലവിൽ വന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമത്തെ കുത്തുബിയത്ത് നിലവിൽ വന്നു. അതാണ് യാ ഇമാം യാ അലി കുത്തുബിയത്ത്. 1300 1200 കൊല്ലത്തെ പഴക്കമുണ്ട് യാ അലി കുത്തുബിയത്തിന്. നാം സമ്മതിക്കുന്നു. കുത്തുബിയത്തിന്റെ അഹ്ലുകാർ, റാത്തീബിന്റെ ആൾക്കാർ, നിങ്ങൾക്കാണ് പാരമ്പര്യം, ശരിയാണ്, നാം സമ്മതിക്കുന്നു. 1200 കൊല്ലത്തെ പാരമ്പര്യം കുത്തുബിയത്തിനുണ്ട്. ഇവിടെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണമായ ഷഹാദ, ആ ഷഹാദയുടെ പുനർവായനക്ക് 100 ചില്ലാൻ കൊല്ലത്തിന്റെ പാരമ്പര്യമേ ഉള്ളൂ. നാം സമ്മതിച്ചിരുന്നു. 100 കൊല്ലത്തിനിപ്പുറത്താണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ എന്താണെന്ന് ലോകത്തുള്ള ജനം, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് കേരള, കർണാടക, തമിഴ്നാട് മുതലായ രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പാരമ്പര്യവാദികൾക്ക് തീർച്ചയായിട്ടും പാരമ്പര്യത്തിന് അഡ്രസ്സുണ്ട്. യാ ഇമാം യാ അലി കുത്തുബിയത്ത് നിലവിൽ വന്നു. എന്താണ് സംഭവം? നേരത്തെ സൂചിപ്പിച്ച വിഷയം, എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുക എന്ന തൗഹീദി ദർശനം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ ജീവൻ, അതാണ് ഇസ്ലാമിന്റെ ആകത്തുക, അതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ്, അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണം. എല്ലാ വിഷയത്തിലും അള്ളാഹനെ മാത്രം ഇടപെടിപ്പിക്കുക. മാത്രം എന്ന പ്രയോഗത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരും ആകാം എന്ന പ്രയോഗം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ വെച്ചുകൊണ്ടുള്ള തരീഖത്ത് കുത്തുബിയത്തിലൂടെ നടപ്പിലാക്കുകയായിരുന്നു.